ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലേക്കുള്ള റിസർച്ച് ഓഫീസർ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും എന്നുള്ളതാണ് PSC നമ്മളെ അറിയിച്ചിട്ടുള്ളത്. PSCയുടെ തൊട്ടുമുമ്പ് നടന്ന യോഗ തീരുമാനം അനുസരിച്ച് ഇത്തവണ പ്രസിദ്ധീകരിച്ച യോഗ തീരുമാനങ്ങൾ കൂടുതൽ ആദ്യത്തെ കാറ്റഗറി ആയിട്ട് തന്നെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ റിസർച്ച് ഓഫീസർ എന്നുള്ള പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്, അതിൽ PG ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ പറഞ്ഞ റിസർച്ച് ഓഫീസർ എന്നുള്ളത്. അപ്പോൾ PG ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലേക്കുള്ളതാണ് ഈ നിയമനം എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം തന്നെ, ഒക്ടോബറിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ I+ ഈ പരീക്ഷയ്ക്കായിട്ട് ഇന്റൻസീവ് കോച്ചിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നോട്ടിഫിക്കേഷൻ വരാനായിട്ട് കാത്തിരിക്കരുത്. നേരത്തെ തന്നെ, മുൻകൂട്ടി തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. എങ്കിൽ മാത്രമേ വലിയ കോമ്പറ്റീഷൻ അതിജീവിച്ച് നമുക്ക് ഏറ്റവും മികച്ചൊരു ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് നിയമനമാണ്. നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഒക്കെ ഡിസ്ട്രിക്ട് വൈഡ് ആയിരുന്നു നിയമനം. ഇത് അങ്ങനെയല്ല, സ്റ്റേറ്റ് വൈഡ് നിയമനമാണ്. മികച്ച ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ റിസർച്ച് ഓഫീസർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ വരും. പഠനം നേരത്തെ ആരംഭിക്കുക. പരീക്ഷ 2026 കുറഞ്ഞത് 6 മാസം നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് I+നൊപ്പം ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ലൊരു സർക്കാർ ജോലി നേടുക. ഓൾ ദി ബെസ്റ്റ്.